Good morning students. നമ്മൾ നെക്സ്റ്റ് ചാപ്റ്ററാണ് ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് ഓർത്തോഗണൽ ഫങ്ഷൻസ് ആൻഡ് ഫൊറിയർ സീരീസ്. ഓക്കെ, കഴിഞ്ഞ വീഡിയോയിൽ വരെ നമ്മൾ ഡിസ്കസ് ചെയ്തത് ലാപ്ലേസ് ട്രാൻസ്ഫോംസിൻ്റെ ലെസൺ ആയിരുന്നു. അതിൻ്റെ കുറേ ക്വസ്റ്റ്യൻസ് നമ്മൾ നോക്കിയിരുന്നു, പല ഫോമിലുള്ള ക്വസ്റ്റ്യൻസ് നമ്മൾ നോക്കിയിരുന്നു. ഈ ലെസണിൽ നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്ന ഓർത്തോഗണൽ ഫങ്ഷൻസും അതുപോലെ തന്നെ ഫൊറിയർ സീരീസുമാണ്. പുതിയ ടോപ്പിക്കാണ്, എങ്ങനെയാണ് നമുക്ക് നോക്കാം. ഈ ഓർത്തോഗണൽ ഫങ്ഷൻസ് നിങ്ങൾക്ക് നേരത്തെ അറിയാവുന്നതാണ്. ഓർത്തോഗണൽ വെക്റ്റേഴ്സ് എന്ന് പറഞ്ഞ് നമ്മൾ നോക്കിയിട്ടുണ്ട്. എപ്പോഴാണ് രണ്ട് വെക്റ്റേഴ്സ് ഓർത്തോഗണൽ ആവാം? ആ വെക്റ്റേഴ്സിൻ്റെ ഡോട്ട് പ്രൊഡക്റ്റ് ഈക്വൽ ടു 0 ആകുമ്പോഴാണ് നമ്മളതിനെ ഓർത്തോഗണൽ എന്ന് പറയാം. ഓർത്തോഗണൽ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താ? മ്യൂച്വലി പെർപെൻഡിക്കുലർ ആവുക, ശരിയല്ലേ? രണ്ട് വെക്റ്റേഴ്സ് മ്യൂച്വലി പെർപെൻഡിക്കുലർ ആകുമ്പോഴാണ് അതിൻ്റെ ഇന്നർ പ്രൊഡക്റ്റ് അല്ലെങ്കിൽ ഡോട്ട് പ്രൊഡക്റ്റ് എന്താവണം? 0 ആകുമ്പോഴാണ് നമ്മളതിനെ ഓർത്തോഗണൽ വെക്റ്റേഴ്സ് എന്ന് പറയാം. ഇവിടെ അതേപോലെ തന്നെയാണ് ഓർത്തോഗണൽ ഫങ്ഷൻസ് എന്ന് പറയുമ്പോൾ രണ്ട് ഫങ്ഷൻസ് എന്താവണം? ആ ഫങ്ഷനെ പ്രൊഡക്റ്റ് ചെയ്തിട്ട് അതിനെ ഇൻ്റഗ്രേറ്റ് ചെയ്ത് കഴിഞ്ഞാൽ ഗിവൺ പെർട്ടിക്കുലർ ഇൻ്റഗ്രലിൽ നമ്മളതിനെ ഇൻ്റഗ്രേറ്റ് ചെയ്യും. എങ്ങനെയാണ്? രണ്ട് ഫങ്ഷൻസ് തന്നിട്ടുണ്ടാവും, ആ ഫങ്ഷൻസിനെ നമ്മൾ മൾട്ടിപ്ലൈ ചെയ്യും, രണ്ട് ഫങ്ഷൻസിനെയും കൂടി നമ്മൾ പ്രൊഡക്റ്റ് കണ്ടുപിടിക്കും. എന്നിട്ട് അതിനെ ഗിവൺ ഇൻ്റർവെല്ലിൽ നമ്മളതിനെ ഇൻ്റഗ്രേറ്റ് ചെയ്യുമ്പോൾ ആൻസർ 0 ആണ് കിട്ടുന്നത് എങ്കിൽ നമുക്ക് എന്താ പറയാം? ആ ഫങ്ഷൻസ് ഓർത്തോഗണൽ ആണെന്ന് പറയാം. ഓക്കെ, അപ്പോൾ നമ്മൾ ഈ വീഡിയോയിൽ ജസ്റ്റ് ഓർത്തോഗണലിന് മാത്രമാണ് നോക്കുന്നത്. എന്താണ് ഓർത്തോഗണൽ ഫങ്ഷൻ എന്നും അതിൻ്റെ എന്താണ് ഓർത്തോഗണൽ ആൻഡ് ഓർത്തോനോർമൽ സെറ്റ് ഓഫ് ഫങ്ഷൻസും എന്താണെന്നും അതിൻ്റെ രണ്ട് എക്സാമ്പിൾസ് മാത്രമാണ് നമ്മൾ ഇന്നത്തെ വീഡിയോയിൽ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. ഓർത്തോഗണൽ ഫങ്ഷൻസ് എന്ന് പറയുമ്പോൾ നേരത്തെ പറഞ്ഞ പോലെ തന്നെ ഇന്നർ പ്രൊഡക്റ്റ് അല്ലെങ്കിൽ ഡോട്ട് പ്രൊഡക്റ്റ് എന്നുള്ള കോൺസെപ്റ്റ് ഓർമ്മ വരണം. നമ്മളതിന് വെക്റ്റേഴ്സ് വെച്ചിട്ടാണ് ചെയ്തിരിക്കുന്നത്. യു എന്ന് പറയുന്ന വെക്റ്റർ, ദാറ്റ് ഈസ് യു ഈക്വൽ ടു u1i പ്ലസ് u2j പ്ലസ് u3k ആൻഡ് v ഈക്വൽ ടു v1i പ്ലസ് v2j പ്ലസ് v3k ആർ ടു വെക്റ്റേഴ്സ് ഇൻ R3, that is 3 space. Then the inner product or the dot product of u and v is a real number called a scalar, defined as the sum of the product of their corresponding components, that is u dot v is equal to u1 v1 plus u2 v2 plus u3 v3, which will be equal to sigma k equal to 1 to 3 uk vk. അപ്പോൾ യു കെ ഇൻറ്റു വി കെ സിഗ്മ എന്ന് വെച്ച് കഴിഞ്ഞാൽ 3 വെക്റ്റേഴ്സ് ആയതുകൊണ്ട് u1i പ്ലസ് u2j പ്ലസ് u3k, v1i പ്ലസ് v2j പ്ലസ് v3k ആയതുകൊണ്ട് നമുക്കതിൻ്റെ ഡോട്ട് പ്രൊഡക്റ്റ് ചെയ്യുമ്പോൾ എന്താ വരിക? u1 v1 പ്ലസ് u2 v2 പ്ലസ് u3 v3. അതിനെ നമുക്ക് സിഗ്മ നൊട്ടേഷനിൽ എഴുതാം. സിഗ്മ k ഈക്വൽ ടു 1 to 3 uk vk എന്ന് എഴുതാനായിട്ട് പറ്റും. The inner product u dot v possess the following properties. അപ്പോൾ u dot v നെ നമുക്ക് എന്ത് എഴുതാം? v dot u എന്ന് എഴുതാം. ഇനി പറയാൻ പോകുന്നത് പ്രോപ്പർട്ടീസ് ആണ്. അതിലെ ഫസ്റ്റ് പ്രോപ്പർട്ടിയാണ് u dot v is equal to v dot u. അതുപോലെ ku dot v is equal to k into v dot u, where k is a scalar. ku dot v can be written as k into v dot u. അടുത്തത് u dot u equal to 0 if u equal to 0 and u dot v is greater than 0 if v is not equal to 0. അങ്ങനെ യു ഡോട്ട് യു എന്ന് പറയുന്നത് 0 ആവും എപ്പോഴാണ് യു 0 ആണെങ്കിൽ. അടുത്തത് യു ഡോട്ട് ബി എന്ന് പറയുന്നത് ഗ്രേറ്റർ ദാൻ 0 ആവും ഇഫ് യു ഇസ് നോട്ട് ഈക്വൽ ടു 0. നാലാമതായിട്ട് പ്രോപ്പർട്ടി പറയാം യു പ്ലസ് വി ഡോട്ട് ഡബ്ല്യു ഡിസ്ട്രിബ്യൂട്ടീവ് പ്രോപ്പർട്ടി എന്നൊക്കെ നമുക്ക് പറയാം. പക്ഷേ ഇവിടെ എങ്ങനെ എഴുതാം? യു പ്ലസ് വി ഡോട്ട് ഡബ്ല്യു ആണെങ്കിൽ നമുക്കതിനെ എങ്ങനെ എഴുതാം? യു ഡോട്ട് ഡബ്ല്യു പ്ലസ് വി ഡോട്ട് ഡബ്ല്യു എന്ന് എഴുതാനായിട്ട് പറ്റും. ഇതൊക്കെയാണ് ഇതിൻ്റെ കുറച്ച് പ്രോപ്പർട്ടീസ് ആയിട്ട് നമുക്ക് പറയാനായിട്ടുള്ളത്. The inner product of two functions f1 and f2 on an interval a comma b is a number, that is f1 comma f2 is equal to integral a to b f1 of x into f2 of x dx, motivated by the fact that the two vectors u and v are orthogonal whenever their inner product is 0. We define orthogonal functions as below. അപ്പോൾ വെക്റ്ററിൻ്റെ ഫോം വെച്ചിട്ട് നമ്മൾ ഓർത്തോഗണൽ ഫംഗ്ഷനെ കുറിച്ച് പറയാൻ പോകുന്നു. The two function f1 and f2 are said to be orthogonal on an interval a comma b if f1 comma f2 is equal to integral a to b f1 of x into f2 of x dx will be equal to 0. എന്താവണം? നേരത്തെ പറഞ്ഞ പോലെ തന്നെ രണ്ട് ഫങ്ഷൻസ് f1ഉം f2 ഓർത്തോഗണൽ ആവണമെങ്കിൽ അവർ രണ്ടുപേരെയും കൂടി നമ്മൾ എന്ത് ചെയ്യും? പ്രൊഡക്റ്റ് കണ്ടുപിടിക്കും. രണ്ട് ഫംഗ്ഷനും കൂടി മൾട്ടിപ്ലൈ ചെയ്യും. എന്നിട്ട് അതിനെ ഇൻ്റഗ്രൽ a to b f of x അല്ലെങ്കിൽ ഇൻ്റഗ്രൽ a to b f1 of x into f2 of x dx ചെയ്ത് കഴിഞ്ഞാൽ ആൻസർ 0 ആണ് കിട്ടണമെങ്കിൽ ക്ലോസ്ഡ് ഇൻ്റർവെൽ a, b എന്ന് പറഞ്ഞ ഇൻ്റർവെല്ലിൽ ആ ഫംഗ്ഷൻസ് രണ്ടും എന്താണെന്ന് പറയാം? ഓർത്തോഗണൽ ആണെന്ന് പറയാം. ഒരു എക്സാമ്പിൾ നോക്കാം. ഷോ ദാറ്റ് ദ ഫോളോയിങ് ഫംഗ്ഷൻ ആർ ഓർത്തോഗണൽ ഇൻ ദ ഇൻഡിക്കേറ്റഡ് ഇൻ്റർവെൽ. So f1 of x is equal to x square and f2 of x is equal to x cube minus 1 comma 1.
സോ രണ്ട് ഫംഗ്ഷൻ നമുക്ക് തന്നിട്ടുണ്ട്. f1 of x is equal to x square എന്നും f2 of x is equal to x cube എന്നും. സോ -1, 1 എന്ന് പറഞ്ഞ ഇൻ്റർവെല്ലിൽ അതെന്താണെന്ന് നോക്കണം, ഓർത്തോഗണൽ ആണോ എന്നാണ് ചെക്ക് ചെയ്യാൻ പറഞ്ഞിരിക്കുന്നത്. സോ നമുക്ക് എന്താണ്, f1 of x is equal to x square, f2 of x is equal to x cube are defined on an interval -1, 1. Therefore, by the definition of inner product of two functions, we can write f1, f2 equal to integral a to b f1 of x into f2 of x dx. That is integral a to b എന്ന് പറയുന്നത് എന്താ, -1 to 1. f1 of x എന്ന് പറയുന്നത് x square into f2 of x എന്ന് പറയുന്നത് x cube. So x square into x cube dx. So x square into x cube എന്താ വരിക, x raised to 5. Integral -1 to 1 x raised to 5 dx. That is x raised to 6/6 over -1 to 1. upper limit positive 1 lower limit negative 1 കൊടുക്കാം. 1/6 into 1 raised to 6 minus 1/6 into -1 raised to 6. അപ്പോൾ എന്താ വരിക, സെയിം നമ്പേഴ്സ്, ശരിയല്ലേ, പവർ ഈവൻ ആണ്. സോ -1 raised to 6 എന്ന് പറയുന്നത് 1 തന്നെ വരും. സോ 1/6 minus 1/6 വരും, ദാറ്റ് ഈസ് ഈക്വൽ ടു 0. സോ നമുക്ക് എന്താ പറയാം, f1 of x is equal to x square into x cube എന്ന് പറയുന്നത് ഓർത്തോഗണൽ ഫംഗ്ഷൻസ് ആണെന്ന് പറയാനായിട്ട് പറ്റും. അതേപോലെ രണ്ടാമത്തെ ക്വസ്റ്റ്യൻ നോക്കൂ, cos x into sin square x, ശരിയല്ലേ. അപ്പോൾ cos x into sin square xും ഇതേപോലെ നമുക്ക് എന്താണെന്ന് കിട്ടണം, അവർ രണ്ടും കൂടി മൾട്ടിപ്ലൈ ചെയ്യാം. cos x into sin square xനെ മൾട്ടിപ്ലൈ ചെയ്യാം. എന്നിട്ട് നമ്മളവിടെ സബ്സ്റ്റിറ്റ്യൂഷൻ മെത്തേഡിലാണ് ചെയ്യാൻ പോകുന്നത്. സബ്സ്റ്റിറ്റ്യൂഷൻ മെത്തേഡിൽ ചെയ്യുമ്പോൾ നിങ്ങൾക്ക് ആൻസർ എന്ത് കിട്ടണം, 0 ആണ് കിട്ടണമെങ്കിൽ നമുക്ക് എന്ത് പറയാം, ദ ഫംഗ്ഷൻ, ആ ഫംഗ്ഷൻ ദാറ്റ് ഇസ് f1 of x is equal to cos x ഉം f2 of x is equal to sin square x ഉം ഓവർ ദ ഇൻ്റർവൽ 0 to π എന്നാന്ന് പറയാം, ഓർത്തോഗണലാണെന്ന് പറയാനായിട്ട് പറ്റും. അടുത്ത നോക്കൂ, ഓർത്തോഗണൽ ആൻഡ് ഓർത്തോനോർമൽ സെറ്റ് ഓഫ് ഫങ്ഷൻസ്. A set of real functions, real valued function phi1 of x, phi2 of x, phi3 of x, etc. is said to be orthogonal in an interval, closed interval a comma b if phi m comma and phi n equal to integral a to b phi m of x into phi n of x dx is equal to 0. കുറച്ച് സെറ്റ് റിയൽ വാല്യൂഡ് ഫങ്ഷൻസ് ആണ് നമുക്ക് ഈ phi1 of x, phi2 of x, phi3 of x, etc. എന്ന് പറഞ്ഞ് തന്നിരിക്കുന്നത്. കുറച്ച് റിയൽ വാല്യൂഡ് ഫംഗ്ഷൻ്റെ സെറ്റാണ്. അവരെ ഓർത്തോഗണലാണ് എ കൊമ ബി എന്ന് പറഞ്ഞ ഇൻ്റർവെല്ലിൽ അവരെ ഓർത്തോഗണലാണ് എന്ന് പറയണമെങ്കിൽ phi m comma phi n can be written as integral a to b phi m of x into phi n of x dx is equal to 0 where m is not equal to n. We know that. അപ്പം അങ്ങനെ കിട്ടിയാൽ മാത്രമാണ് നമുക്കതിനെ നോർമലാണെന്ന് പറയാൻ പറ്റുക. ഏത് രണ്ടെണ്ണം എടുത്തിട്ട് മൾട്ടിപ്ലൈ ചെയ്തിട്ട് ഓവർ ദ ഇൻ്റർവെൽ ഇൻ്റഗ്രേറ്റ് ചെയ്ത് കഴിഞ്ഞാൽ ആൻസർ 0 കിട്ടുകയാണെങ്കിൽ നമുക്ക് എന്ത് പറയാൻ പറ്റും, അതിനെ ഓർത്തോഗണൽ വെക്ടേഴ്സ് ആണ് അല്ലെങ്കിൽ ഓർത്തോഗണൽ ഫംഗ്ഷൻസ് ആണെന്ന് പറയാം. ഇനി നോം എങ്ങനെ നമ്മൾ ഫൈൻഡ് ഔട്ട് ചെയ്യുക, നോം എങ്ങനെ കാണാൻ, നോം ഓഫ് യു കാണാൻ പറയുമ്പോൾ യു ഡോട്ട് യു ചെയ്യുമ്പോൾ, ശരിയല്ലേ. സോ നോം ഓഫ് യു എന്ന് പറയുന്നത് സ്ക്വയർ റൂട്ട് ഓഫ് യു കൊമ യു ആണ് നമുക്ക് നോമായിട്ട് കിട്ടുക. അതേപോലെ തന്നെ ഇവിടെ ഫംഗ്ഷനിൽ square of norm of a function phi n of x is norm of phi n of x the whole square, that is phi n of x phi n comma phi n. And so the norm or generalized length, അപ്പോൾ നോം തന്നെയാണ് നമ്മൾ ലെങ്ത് ആയിട്ടും അറിയാം. വെക്റ്റർ ഫംഗ്ഷൻ ഓർക്കുന്നുണ്ടാവുമെന്ന് വിചാരിക്കുന്നു, അതിൽ നമ്മൾ പറഞ്ഞാണ് നോം എന്ന് പറയുന്നത് ലെങ്ത് ആയിട്ട് ഫൈൻഡ് ഔട്ട് ചെയ്യാം. സോ നോം phi n of x is equal to square root of phi n comma phi n. In other words, the square norm and the norm of a function phi n in an orthogonal set phi n of x is respectively norm of phi n of x whole square equal to phi n that is equal to integral a to b phi n whole square phi n of x the whole square dx phi n of x whole square. ഇത് എപ്പോഴാ, norm of phi n of x whole square ആകുമ്പോഴാണ് integral a to b phi n of x the whole square dx എന്ന് വരിക. അതല്ല norm of phi n of x മാത്രമാണെങ്കിൽ സ്ക്വയർ റൂട്ട് വരും, സ്ക്വയർ റൂട്ട് ഓഫ് phi n comma phi n, that is square root of integral a to b phi n of x the whole square dx എന്ന് വരും. If phi n of x is the orthogonal set of functions in the interval a comma b with the property that phi n of x is equal to 1 for all n equal to 1, 2, 3, etc., then phi n of x is said to be orthonormal set of functions in the interval. സോ ഓർത്തോനോർമൽ സെറ്റ് ഓഫ് ഫംഗ്ഷൻസ് പറയണമെങ്കിൽ ഓരോ phi n എന്തായിരിക്കണം, ഓർത്തോഗണൽ. ഈ phi n of x എന്ന് പറയുന്നത് ഓർത്തോഗണൽ സെറ്റ് ഓഫ് ഫംഗ്ഷൻ ആയിരിക്കണം. മാത്രമല്ല എന്ത് പ്രോപ്പർട്ടി സാറ്റിസ്ഫൈ ചെയ്യണം, നോം ഓഫ് phi n of x is equal to 1 എന്ന് പറയുന്നത് ഓരോന്ന് n ക്യാൻ ടേക്ക് എനി വാല്യൂ, n ക്യാൻ ബി 1, 2, 3, etc. whatever be, അതിൻ്റെ നോമ കണ്ടുപിടിച്ച് കഴിഞ്ഞാൽ 1 കിട്ടുന്നുവെങ്കിൽ, മാത്രമല്ല ആ സെറ്റ് തന്നെ phi n of x എന്ന് പറയുന്ന സെറ്റ് നോർമൽ സെറ്റും ആണെങ്കിൽ, ഓർത്തോഗണൽ സെറ്റ് ആണെങ്കിൽ രണ്ട് കണ്ടീഷൻ ഉണ്ട്. phi n of x ഓർത്തോഗണൽ സെറ്റ് ആവണം,
ഒപ്പം നോം ഓഫ് ഫൈ എൻ ഓഫ് എക്സ് ഇസ് ഈക്വൽ ടു 1 ആവുകയാണെങ്കിൽ നമുക്കത് എന്ത് പറയാം, ഓർത്തോഗണൽ സെറ്റ് ഓഫ് ഫംഗ്ഷൻസ് എന്ന് പറയാനായിട്ട് പറ്റും. ഓക്കെ, ഒരു ക്വസ്റ്റ്യൻ നമുക്ക് നോക്കാം. ഷോ ദാറ്റ് ദ സെറ്റ് 1 cos x cos 2x is orthogonal in the interval minus pi comma pi. Find the norm of each function in the above normal set and hence construct the orthonormal set of functions. ആദ്യം എന്തൊക്കെ നോക്കാൻ പറഞ്ഞിരിക്കണോ, ആദ്യം അത് ഓർത്തോഗണൽ ആണ്, മൈനസ് പൈ ടു പൈ എന്ന് പറയുന്ന സെറ്റിനകത്ത് ഓർത്തോഗണൽ ആണ് എന്ന് നമ്മളെ കൊണ്ട് ചെക്ക് ചെയ്യാനായിട്ട് പറഞ്ഞിരിക്കണം. ഓക്കെ, അപ്പോൾ ഇവിടെ ആദ്യത്തെ ഫൈ നോട്ട് ഓഫ് എക്സ് എന്ന് പറയുന്നത് 1 ആണ്. വെച്ച് കഴിഞ്ഞാൽ സെറ്റിലെ ഫസ്റ്റ് ഫംഗ്ഷൻ 1 ആണ്. ഇനി nth ഫംഗ്ഷൻ എന്തായിരിക്കും, കോസ് 1 കോസ് എക്സ് കോസ് 2x കോസ് 3x കോസ് 4x അങ്ങനെ എക്സെട്ര. nth ടേം എന്ന് പറയുന്നത് കോസ് എൻ എക്സ് ആയിരിക്കും അല്ലേ. സോ ഫൈ എൻ ഓഫ് എക്സ് എന്ന് പറയുന്നത് കോസ് എൻ ഓഫ് എക്സ് ആണ്. അതുപോലെ ഫൈ നോട്ട് ഓഫ് എക്സ് എന്ന് പറയുന്നത് 1 ആണ്. സോ നമുക്ക് ഫൈ നോട്ട് ഫൈ എൻ എന്നുള്ളത് എങ്ങനെ കണ്ടുപിടിക്കാം, ഇൻ്റർവെൽ എവിടെ നിന്ന് തൊട്ട് ഇവിടെ വരിക, മൈനസ് പൈ ടു പൈ. സോ ഇൻ്റഗ്രൽ മൈനസ് പൈ ടു പൈ ഫൈ നോട്ട് ഓഫ് എക്സ് ഇൻറ്റു ഫൈ ഓഫ് എക്സ് ഡി എക്സ്, ദാറ്റ് ഈസ് ഇൻ്റഗ്രൽ മൈനസ് പൈ ടു പൈ 1 ഇൻറ്റു കോസ് എൻ എക്സ് ഡി എക്സ്. 1 ഇൻറ്റു കോസ് എൻ എക്സ് കോസ് എൻ എക്സ് തന്നെയാണ്. കോസ് എൻ എക്സിനെ ഇൻ്റഗ്രേറ്റ് ചെയ്ത് കഴിഞ്ഞാൽ എന്ത് വരും, സൈൻ എൻ എക്സ് ബൈ എൻ ഓവർ മൈനസ് പൈ ടു പൈ. അപ്പർ ലിമിറ്റും ലോവർ ലിമിറ്റും കൊടുക്കാം. 1 ബൈ എൻ മാറ്റി നിർത്തി കഴിഞ്ഞാൽ സൈൻ എൻ പൈ മൈനസ് സൈൻ എൻ ഓഫ് മൈനസ് പൈ അല്ലേ. സൈൻ മൈനസ് തീറ്റ എന്താ വരിക, മൈനസ് സൈൻ തീറ്റ. സോ മൈനസ് ഓഫ് മൈനസ് പ്ലസ് എന്ന് വരും. സോ 1 ബൈ എൻ ഇൻറ്റു സൈൻ എൻ പൈ പ്ലസ് സൈൻ എൻ പൈ. അപ്പോൾ ആൻസർ എന്താ വരിക, 0 ആണ് വരിക. ഓക്കെ, സോ ഫോർ എൻ നോട്ട് ഈക്വൽ ടു 0, n 0 അല്ലെങ്കിൽ n 0 അല്ലാത്ത പക്ഷം 1 ബൈ എൻ സൈൻ എൻ പൈ മൈനസ് സൈൻ എൻ മൈനസ് എൻ പൈ എന്ത് കിട്ടും, 0 എന്ന് കിട്ടും. ഇതിപ്പോൾ ഫസ്റ്റ് 2 ടേം എടുത്തപ്പോൾ അല്ലേ, ഫസ്റ്റ് ടേമും ലാസ്റ്റ് ടേമും എടുത്തപ്പോൾ. ഇനി അതേപോലെ ഇടയിൽ ഏതെങ്കിലും 2 ടേം എടുക്കാം. ഇടയിൽ ഏതെങ്കിലും എം എൻ പറഞ്ഞിട്ട് 2 ടേം. അപ്പോൾ എം പറയുന്ന ടേം എന്തായിരിക്കും, കോസ് എം എക്സ് ആയിരിക്കും. എൻ പറയുന്ന ടേം എന്തായിരിക്കും, കോസ് എൻ എക്സ് ആയിരിക്കും. സോ അവിടെയും നമ്മൾക്ക് എന്താ നോക്കണം, ഈ ഓർത്തോഗണൽ കണ്ടീഷൻ സാറ്റിസ്ഫൈ ചെയ്യുന്നുണ്ടോ എന്ന് നോക്കണം. സോ ഫൈ എം ഫൈ എൻ ഈക്വൽ ടു ഇൻ്റഗ്രൽ മൈനസ് പൈ ടു പൈ ഫൈ എം ഓഫ് എക്സ് ഫൈ എൻ ഓഫ് എക്സ് ഡി എക്സ്, ദാറ്റ് ഇസ് ഇൻ്റഗ്രൽ മൈനസ് പൈ ടു പൈ കോസ് എം എക്സ് കോസ് എൻ എക്സ് ഡി എക്സ്. ഓക്കെ, സോ നമ്മളിവിടെ എന്ത് ചെയ്യുന്നു, നമുക്ക് ഇങ്ങനെ ചെയ്യണമെങ്കിൽ കോസ് എ കോസ് ബി കോസ് എ പ്ലസ് ബി പ്ലസ് കോസ് എ മൈനസ് ബി, അതിന് എന്ത് ചെയ്യണം, 2 മൾട്ടിപ്ലൈ ചെയ്യണം. സോ ഒരു 2 കൊണ്ട് മൾട്ടിപ്ലൈയും ഡിവൈഡും ചെയ്യാം. സോ 1/2 ഇൻറ്റു ഇൻ്റഗ്രൽ മൈനസ് പൈ ടു പൈ 2 കോസ് എം എക്സ് കോസ് എൻ എക്സ് ഡി എക്സ്. ഇനി അപ്പോൾ എന്താ വരിക, കോസ് എ പ്ലസ് ബി പ്ലസ് കോസ് എ മൈനസ് ബി, ദാറ്റ് ഇസ് കോസ് എം പ്ലസ് എൻ ഓഫ് എക്സ് പ്ലസ് കോസ് എം മൈനസ് എൻ ഓഫ് എക്സ് എന്ന് വരും. ഇനി നമുക്ക് എന്ത് ചെയ്യാം, സെപ്പറേറ്റ് ആയിട്ട് ഇൻ്റഗ്രേറ്റ് ചെയ്യാം. കോസ് എം പ്ലസ് എൻ ഓഫ് എക്സിനെയും കോസ് എം മൈനസ് എൻ ഓഫ് എക്സിനെയും സെപ്പറേറ്റ് ആയിട്ട് ഇൻ്റഗ്രേറ്റ് ചെയ്യാം. അപ്പോൾ എന്താ വരിക, സൈൻ എൻ പ്ലസ് എൻ ബൈ അല്ലെങ്കിൽ സൈൻ എം പ്ലസ് എൻ ഓഫ് എക്സ് ബൈ എം പ്ലസ് എൻ പ്ലസ് കോസ് എം മൈനസ് എൻ ഓഫ് എക്സ് ബൈ എം മൈനസ് എൻ ഓവർ മൈനസ് പൈ ടു പൈ. ഇവിടെ നമ്മൾ അപ്പർ ലിമിറ്റും ലോവർ ലിമിറ്റും പോസിറ്റീവ് പൈ നെഗറ്റീവ് പൈ കൊടുത്തു കഴിഞ്ഞാൽ ആൻസർ എന്ത് വരും, 0 തന്നെയാണ് വരിക. ദസ് വി ഗെറ്റ്, നമുക്ക് എന്ത് കിട്ടി, 1 കോസ് എൻ പൈയിലും നമുക്ക് എന്തായിരുന്നു ആൻസർ 0 ആയിരുന്നു. അതുപോലെ തന്നെ കോസ് എം എക്സ് കോസ് എൻ എക്സിലും ആൻസർ 0 ആണെന്ന് കിട്ടി. അപ്പോൾ നമുക്ക് എന്താ പറയുക, മൈനസ് പൈ തൊട്ട് പൈ വരയ്ക്കുള്ള ഇൻ്റർവെല്ലിൽ എല്ലാവിടെയും നമുക്ക് എന്താ കിട്ടുന്നത്, രണ്ടാമത്തിലെടുത്ത് നോക്കിയപ്പോൾ നമുക്ക് അതിവിടുന്ന് തന്നെ ജനറലൈസ് ചെയ്യാം. എല്ലാവിടെയും അങ്ങനെ തന്നെ ആവുമെന്ന് ജനറലൈസ് ചെയ്യാം. അങ്ങനെയാണെങ്കിൽ നമുക്ക് എന്താ പറയാം, ഗിവൺ സെറ്റ് ദാറ്റ് ഈസ് 1 കോസ് എക്സ് കോസ് 2x എക്സെട്ര ഇസ് ഓർത്തോഗണൽ ഓൺ ദ ഇൻ്റർവെൽ മൈനസ് പൈ ടു പൈ എന്ന് പറയാനായിട്ട് പറ്റും. ഇനി നമ്മളെ കൊണ്ട് ഓർത്തോഗണൽ ആണെന്ന് ചെക്ക് ചെയ്യാൻ മാത്രമല്ല പറഞ്ഞിരിക്കുന്നത്, എന്ത് കാണണം, നോം കാണണം. മാത്രമല്ല എന്ത് ചെയ്യണം, ഒരു ഓർത്തോഗണൽ സെറ്റ് ഓർത്തോനോർമൽ സെറ്റ് കൺസ്ട്രക്ട് ചെയ്യും വേണം. സോ നോം കാണാൻ നോം ഓഫ് ഫൈ ഓഫ് എക്സ് ദ ഹോൾ സ്ക്വയർ, നോം ഓഫ് ഫൈ നോട്ട് ഓഫ് എക്സ് ദ ഹോൾ സ്ക്വയർ, ഫൈ നോട്ട് എന്താ 1 ആണ് അല്ലേ. സോ മൈനസ് പൈ ടു പൈ നോം ഓഫ് ഫൈ നോട്ട് ഓഫ് എക്സ് ദ ഹോൾ സ്ക്വയർ എന്ന് പറയുന്നത് എന്താ ചെയ്താൽ മൈനസ് പൈ ടു പൈ ഫൈ നോട്ട് ദ ഹോൾ സ്ക്വയർ ഫൈ നോട്ട് സ്ക്വയർ ഓഫ് എക്സ് ഡി എക്സ്, ദാറ്റ് ഇസ് ഫൈ നോട്ട് എന്ന് പറയുന്നത് 1 ആണ്. 1 സ്ക്വയർ 1 തന്നെ വരും. മൈനസ് പൈ ടു പൈ 1 ഡി എക്സ്, ദാറ്റ് ഇസ് ഈക്വൽ ടു പൈ വരും, ദാറ്റ് ഇസ് എക്സ് ഡി എക്സ് എന്ന് വരും. അപ്പർ ലിമിറ്റും ലോവർ ലിമിറ്റും കൊടുക്കുമ്പോൾ പൈ മൈനസ് ഓഫ് മൈനസ് പൈ വരും, അങ്ങനെ 2 പൈ എന്ന് വരും. സോ ഫൈ നോട്ട് ഓഫ് എക്സ് എന്ന് പറയുന്നത് നോം ഓഫ് ഫൈ നോട്ട് ഓഫ് എക്സ് ഹോൾ സ്ക്വയർ ആണ് 2 പൈ. സോ നോം ഓഫ് ഫൈ നോട്ട് ഓഫ് എക്സ് എന്ന് വരും സ്ക്വയർ റൂട്ട് ഓഫ് 2 പൈ എന്ന് വരും.
അല്ലേ? ഇപ്പം നമ്മൾ ചെയ്തത് ഫൈ നോട്ട് ഓഫ് എക്സ്. ഇതുപോലെ ഏതും ചെയ്യണം, ഫൈ എൻ ഓഫ് എക്സിൻ്റെ നോമ് കാണണം. സോ നോമ് ഓഫ് ഫൈ എൻ ഓഫ് എക്സ് ദ ഹോൾ സ്ക്വയർ എന്ന് പറയുമ്പോൾ ഇൻ്റഗ്രൽ മൈനസ് പൈ ടു പൈ ഫൈ എൻ ഹോൾ സ്ക്വയർ ഓഫ് എക്സ് ഡി എക്സ്, ദാറ്റ് ഇസ് ഇൻ്റഗ്രൽ മൈനസ് പൈ ടു പൈ കോസ് സ്ക്വയർ എൻ എക്സ് ഡി എക്സ്. ഇൻ്റഗ്രേറ്റ് ചെയ്യുമ്പോൾ കോസ് സ്ക്വയർ ആണ്, കോസ് സ്ക്വയർ എൻ എക്സ് ഡി എക്സ്. കോസ് സ്ക്വയർ എക്സിന് എങ്ങനെ എഴുതാം, 1 മൈനസ് കോസ് 2x/2. അപ്പോൾ 1/2 നമ്മൾ കോമൺ ആയിട്ട് പുറത്തെടുക്കാം. 1/2 ഇൻ്റഗ്രൽ മൈനസ് പൈ ടു പൈ 1 പ്ലസ് കോസ് 2n എക്സ് ഡി എക്സ് എന്ന് വരും. സെപ്പറേറ്റ് ആയിട്ട് ഇൻ്റഗ്രേറ്റ് ചെയ്യാം. 1നെ ഇൻ്റഗ്രേറ്റ് ചെയ്ത് കഴിഞ്ഞാൽ എക്സ് വരും. കോസ് 2n എക്സിനെ ഇൻ്റഗ്രേറ്റ് ചെയ്യുമ്പോൾ സൈൻ 2nx/2n എന്ന് വരും. ഓവർ അപ്പർ ലിമിറ്റ് ടു ലോവർ ലിമിറ്റ് മൈനസ് പൈ ടു പൈ കൊടുക്കുമ്പോൾ നമുക്ക് അവിടെ ആൻസർ എന്താ വരിക, പൈ എന്നാണ് ആൻസർ വരിക. സോ നോം ഓഫ് പൈ എൻ ഓഫ് എക്സ് ദ ഹോൾ സ്ക്വയർ നമുക്ക് പൈ കിട്ടി. സോ നോം ഓഫ് പൈ എൻ ഓഫ് എക്സ് എന്ത് വരും, റൂട്ട് പൈ എന്ന് കിട്ടും. ഫോർ n ഈക്വൽ ടു 1 2 3 എക്സെട്ര. അപ്പോൾ നമുക്ക് എന്ത് കിട്ടി, നോമ് നമ്മൾ കണ്ടുപിടിച്ചു. ഇനി നോർമൽ സെറ്റ്, ഇനി ഓർത്തോഗണൽ സെറ്റ് ഓഫ് നോൺ സീറോ ഫങ്ഷൻസ്. എങ്ങനെയാണ്, ഇനി ഓർത്തോഗണൽ സെറ്റ് ഓഫ് നോൺ സീറോ ഫങ്ഷൻസ് ഫൈ എൻ ഓഫ് എക്സ് ഇസ് ഈക്വൽ ടു phi n of x, that is n equal to 0 1 2 3 etc. can be normalized, that is making into a normal set by dividing each function by its norm. അപ്പോൾ എല്ലാ ഫംഗ്ഷനെയും അതിൻ്റെ ഓർത്തോനോർമൽ സെറ്റിലേക്ക് മാറ്റണമെങ്കിൽ ആ തന്നിരിക്കുന്ന ഓർത്തോഗണൽ ഫംഗ്ഷനെ എന്ത് ചെയ്താൽ മതി, നോമ് കൊണ്ട് ഡിവൈഡ് ചെയ്താൽ മതി. ഓക്കെ, അപ്പോൾ നോമ് കൊണ്ട് ഡിവൈഡ് ചെയ്യുമ്പോൾ നമുക്ക് എന്താ വരിക, നോമ് കൊണ്ട് ഓരോന്നിനും ആദ്യം 1 ആയിരുന്നു, 1/2 റൂട്ട് പൈ, കോമ കോസ് എക്സ് ബൈ റൂട്ട് പൈ, കോമ കോസ് 2x ബൈ റൂട്ട് പൈ. ഇതാണ് നമുക്ക് ആൻസറായിട്ട് വരിക. ഓക്കെ, പ്ലസ് നോർമൽ ഇൻ്റർവെൽ ഇൻ മൈനസ് പൈ കോമ പൈ. ഓക്കെ, ഇനി അടുത്ത വീഡിയോയിൽ നമ്മൾ ഫൊറിയർ സീരീസിൻ്റെ ക്വസ്റ്റ്യൻസ് ആണ് ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്.